that you think like that. I will love you endlessly if you don't believe in me. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ക്വിക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇന്ന് ഞാൻ ഫിൽറ്ററോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. റിംഗ് ലൈറ്റ് ഉണ്ട് കേട്ടോ, ആ വെട്ടത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോഴുള്ള എൻ്റെ ഫോട്ടോയാണ് കേട്ടോ. പണ്ടത്തെ ഈ ബുക്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ, പണ്ടത്തേതാണ്. അപ്പൊ ഇതില് എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്കിയേ, നല്ല കരിക്കട്ട കറുപ്പാണ്. ഈ കറുപ്പും അല്ല, ഇതിന്നും നല്ല കറുപ്പും. എൻ്റെ മേച്ചുണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ 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 വരകൾ വന്നിട്ട് മൊത്തം ഇങ്ങനെ കറുത്തിരിക്കും. അതായത് ഈ സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ആൾക്കാരുടെ ചുണ്ട് പോലെയാണ് ഇരുന്നത്. അപ്പോൾ നിങ്ങൾ ചില എൻ്റെ വീഡിയോസിൽ കണ്ടു കാണും അല്ലേ, എൻ്റെ ചുണ്ടിന് നല്ല നിറം തോന്നിക്കും. എസ്പെഷ്യലി എൻ്റെ താഴത്തെ ചുണ്ട് നല്ല നിറമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ എൻ്റെ ചുണ്ടിൽ ഇങ്ങനെ തേച്ചിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നു എന്നൊക്കെ ആയിരിക്കും നിങ്ങളെ വിചാരം. ലിപ് ബാം ഇടുന്നു, പക്ഷെ ഞാൻ ഒന്നും തേക്കാറില്ല. അതാണ് സത്യം. ഞാൻ തേക്കും എന്താണെന്ന് വെച്ചാൽ ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ ചുണ്ടിൽ തേച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാതെ ഞാൻ കളറൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് കണ്ടല്ലോ, ഇതാണ് അപ്പൊ എൻ്റെ ചുണ്ട് കേട്ടാ. അപ്പോൾ ഈ നിറം എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഇറാഖിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഞങ്ങൾക്ക് വെജിറ്റബിൾ മാർഗരൈൻ ബട്ടർ എന്ന് പറയുന്ന ഒരു ബട്ടർ കഴിക്കാൻ തരുമായിരുന്നു. 450 ഗ്രാം ആണ്, ഒരാൾക്ക് 450 ഗ്രാം കിട്ടും. അപ്പം ഇതെല്ലാം കൂടെ എന്തോ ചെയ്യും എന്ന് വെച്ചിട്ട് ഞങ്ങൾ ചെയ്തതാണ്. ഇത് ബോഡിയിലൊക്കെ തേക്കുമായിരുന്നു. കാരണം നമ്മൾ അഹങ്കാരവും നിങ്ങൾ വിചാരിക്കല്ലേ കേട്ടോ. കാരണം നമ്മൾ 2 വർഷം അവിടെ നിന്നേണ്. അപ്പം ഇത് സൂക്ഷിക്കാനും വേറെ വഴിയില്ല. അപ്പം എന്തെങ്കിലും ചെയ്യണമല്ലോ, സാലറിയും കുറവാണ്. അപ്പോൾ ക്രീമൊക്കെ വാങ്ങി പൈസ കളയുന്നതിന് നല്ലത് കുറച്ച് ക്രീം വാങ്ങും, അതിൽ കൂടെ മിക്സ് ചെയ്ത് ഈ ബട്ടർ ദേഹത്ത് തേക്കുമായിരുന്നു, ഈ വെജിറ്റബിൾ. അതുപോലെ ചുണ്ടിലും ഇത് അപ്ലൈ ചെയ്യുമായിരുന്നു. ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ 2 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ചുണ്ട് നല്ല ചുമന്ന ചുണ്ടായി കേട്ടോ. ഇപ്പം ഞാൻ പിന്നെ എന്നെ ശ്രദ്ധിക്കാറേയില്ല. എങ്കിൽ പോലും എൻ്റെ ചുണ്ടിൻ്റെ നിറം പോയിട്ടില്ല. ഞാൻ വെളിയിൽ എവിടെയെങ്കിലും ഒക്കെ പോയി സൺ ടാൻ ഒക്കെ കൊള്ളണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മങ്ങിയിരിക്കും. അപ്പം ഞാൻ വന്ന് വെള്ളരിക്കുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരച്ചിട്ട് ഞാൻ അത്രേ ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ കാണാം, നല്ല നിറമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ലിപ്സ്റ്റിക്കിൻ്റെ ഒന്നും നിറമല്ല, എന്നാലും എൻ്റെ ചുണ്ട് നല്ല നിറമാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാം, ഞാൻ ബട്ടർ മാത്രമല്ല ഉപയോഗിച്ചത്. അപ്പം നിങ്ങൾക്ക് വേണ്ടത് 3 സാധനങ്ങൾ. ഒന്ന് ഉപ്പില്ലാത്ത ബട്ടർ, ഒന്നെന്ന് പറയുന്നത് നാരങ്ങ കേട്ടോ, അരമുറി നാരങ്ങ. അപ്പം നിങ്ങൾ ഇത് അരമുറി നാരങ്ങ, ഉപ്പില്ലാത്ത ബട്ടർ ഒരു കൊച്ചു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം. അരമുറി നാരങ്ങയും മുറിച്ചങ്ങ് ഫ്രിഡ്ജിൽ വെക്കണം. കൊച്ചു ബട്ടറും കുറച്ച് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം. അതുപോലെ നിങ്ങൾ വെളിയിലൊക്കെ പോവേണ്, അപ്പം നിങ്ങൾക്ക് ഒത്തിരി ചുണ്ടിന് നല്ല നിറം വേണമെന്ന് വെച്ചോ, അന്നേരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബീട്രൂട്ടും കൂടെ ശകലം മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കണം. അന്നേരം ബീട്രൂട്ടും കൂടെ ഇട്ട അടിപൊളി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം എന്താ, ഇത്ര ബട്ടർ, ഉപ്പില്ലാത്തതാണ്, ഉപ്പുള്ളത് എടുക്കല്ലേ. അപ്പൊ ആദ്യം ബട്ടർ തന്നെ ഇടണം. ഡയറക്റ്റ് ലെമൺ കൊണ്ടുപോയി ചുണ്ടിൽ ഇടരുത് കേട്ടോ, നാരങ്ങേര നീര് കൊണ്ട് ചുടരുത്. ഇത്ര ബട്ടർ മതി, അതിങ്ങനെ ഇടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെമൺ, എൻ്റെ ഈ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ദേ ഹാഫ് ലെമൺ, ഇത് മുറിച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കണം, കുറെ ദിവസത്തേക്ക് എടുക്കാം. അപ്പൊ ഇതില് നമ്മൾ ഇത്രയേ എടുക്കാവൂ. ദേ ജസ്റ്റ് ഒന്നിങ്ങനെ പിഞ്ച് ചെയ്തെടുക്കാം, അത് ഇങ്ങനെ തേക്കും. ഓക്കെ, ബട്ടറിന്റെ മുകളിൽ ഇതും തേച്ച് രാത്രി നിങ്ങളങ്ങ് കിടന്ന് ഉറങ്ങണം. എന്നും രാത്രി നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ. എന്നിട്ട് 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളരിക്ക ഇങ്ങനെ തൂത്തു കൊടുക്കണം. നമ്മുടെ ഇങ്ങനെ അപ്ലൈ ചെയ്തില്ല, മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചാലും മതി. അപ്പൊ നിങ്ങൾക്ക് വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല നിറം വേണ്ടേ അല്ലേ ലിപ്സിന്. അപ്പൊ ഞാൻ ഒരു SPF അടങ്ങിയ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ലിപ്സ്റ്റിക് ഉപയോഗിക്കാറില്ല, ലിപ് ബാം ഉപയോഗിക്കാറില്ല. ലിപ് ബാം ഉപയോഗിക്കുക എന്ന് വെച്ചാൽ 10 രൂപ ഇവിടെ ഒരു കൊച്ചു സാധനത്തിൽ കിട്ടും, പ്ലാസ്റ്റിക് ഒരു ഡപ്പയില്. അത് ഞാൻ വാങ്ങിയാലും എനിക്കത് ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ആണ്ടിലും പൂരത്തിലും ഒരു 2 വട്ടം വല്ലതും അത് ഉപയോഗിച്ചാലേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു കൊച്ച് ബീട്രൂട്ട് നിങ്ങൾ എടുത്ത് വെക്കണം ഫ്രിഡ്ജിൽ ഇങ്ങനെ. അപ്പം നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ അല്ലെങ്കിൽ ചുരണ്ടുമ്പോൾ ഇതൊന്നൊരു കളർ വരും.
നീര് വരും. അപ്പം ഞാനത് കാണിച്ചു തരാമേ. ഇതേണ്ട എൻ്റെ നഖത്തിൽ കണ്ടോ, അത് കളയണം. നോക്കൂ എന്തൊരു നാച്ചുറൽ കളറാണ് നോക്കൂ. കണ്ടോ? ഇനി കുറെ കൂടെ കളർ വേണമെങ്കിൽ കുറെ കൂടെ നീരെടുത്ത് നിങ്ങൾ തൂത്താൽ മതി. വെളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. കൂടുതലൊന്നും ഒരു പരിപാടിയില്ല. കാരണം എൻ്റെ അമ്മയുടെ സ്വഭാവമാണ്, അമ്മയ്ക്ക് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ചീസസ് ഒക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനും അതുപോലെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം നോക്കൂ എന്ത് നാച്ചുറൽ ആയിട്ടുള്ള ചുണ്ടാണല്ലേ, നമുക്ക് നല്ലതാണ്. അപ്പം എൻ്റെ കൂടെ വെയിറ്റ് ലോസിനുള്ളവർ ദയവ് ചെയ്ത് അവരുടെ സൗന്ദര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകണം കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന വണ്ണമുള്ള ആൾക്കാർ വണ്ണം കുറയുമ്പോൾ എൻ്റെ ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം കറുത്തിരിക്കുന്നത്, കറുപ്പ് വരും. നമ്മുടെ സ്കിൻ, വലിഞ്ഞ സ്കിൻ ഇങ്ങനെ അടുക്കുമ്പോൾ ഉള്ള ഒരു കറുപ്പാണത്. അപ്പം അത് മാത്രമല്ല നമ്മുടെ കക്ഷത്തിൻ്റെ ഇടഭാഗത്ത് ഒക്കെ കറുപ്പ് വരും. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഞാൻ സോപ്പ് ഇടാറില്ല കേട്ടോ. ഞാൻ 2 ആഴ്ചയിൽ ഒരിക്കൽ വല്ലേ സോപ്പ് ഇടാറുള്ളൂ. ഞാനൊരു പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു പ്രായം തൊട്ടേ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ മോക്കായിരുന്നാലും ഞാൻ സോപ്പൊന്നും ഇട്ട് കൊടുക്കൂല. അപ്പം ആ പൊടി നിങ്ങൾക്ക് കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പം എൻ്റെ കൂടെ വെയിറ്റ് ലോസിനുള്ള ആൾക്കാർ ആ പൊടി ചേർത്ത്, അതായത് നമ്മളെ സോപ്പിന് പകരം ഈ പൊടി ഉപയോഗിച്ചാണ് നമ്മൾ കുളിക്കുന്നത്. അപ്പം അതിട്ട് ഉപയോഗിച്ച് കുളിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം എന്നും നമ്മൾ ഉപയോഗിക്കുകയില്ലേ, മേല് കഴുകിയാലും കുളിച്ചാലും തല കുളിച്ചാലും നമ്മൾ ഇത് ഉപയോഗിച്ചാണല്ലോ ശരീരം ഇത് കഴുകി കളയുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു നിറം നമ്മളെ ശരീരത്തിന് വരും. അപ്പം ഇപ്പം എൻ്റെ ആയിരുന്നാലും കക്ഷത്തിൻ്റെ അടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വണ്ണമുണ്ട്, പക്ഷെ ആ വണ്ണത്തിനൊത്ത ഒരു കറുപ്പ് എൻ്റെ കക്ഷത്തിലോ അങ്ങനെ ഇല്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിട്ട് കുളിക്കുന്നതുകൊണ്ടാണ്. ചില ഒരു ഉണ്ട്, ഡാർക്ക്നെസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഡാർക്ക്നെസ് ലൈറ്റ് ആയിട്ടാണ്, എന്നാലും വലിയ വണ്ണമുള്ളവരെ കാണുന്ന ആ ഒരു കറുപ്പല്ല കക്ഷത്തുള്ള. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല മിടുക്കിയും സുന്ദരികളുമായിട്ട് വേണം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് നോക്കി കൊണ്ടുവരണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിനൊന്നും ഒരു പ്രത്യേക സമയം കണ്ടെത്തരുത്. അതായത് ഞാൻ ഈ പറയുന്നതിന് എനിക്കിന്ന് ലെമൺ ഇടണം, ബീട്രൂട്ട് തേക്കണം, അങ്ങനെ ഒരു പ്രത്യേക സമയം, ഇപ്പം ഹെയർ കെയർ ചെയ്യാൻ ഒരു സമയം, അങ്ങനെ സമയം കണ്ടെത്തുമ്പോഴാണ് നമ്മൾ മടി പിടിക്കുന്നത്. ഇതെന്തുവാ, അങ്ങ് ചെല്ലുന്നു, ഫ്രിഡ്ജ് തുറക്കുന്നു, ഇങ്ങനെ തേക്കുന്നു, പോയി കിടക്കുന്നു, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാവൂ. ഇപ്പം സ്ഥിരം TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹെയർ മസാജ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം, അങ്ങനെയുള്ളൂ. അതിന് പ്രത്യേക സമയങ്ങളൊന്നും ഇതിനൊന്നും കണ്ടെത്തരുത്. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ളരി എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ പറയുന്നത്, നിങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് എന്നാ പറയുന്നത്, ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. അതാണ് ഞാൻ പിന്നെ ഇന്ന് ഷോർട്ട് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു, ഫുഡിൻ്റെ എന്തെങ്കിലും. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുവാണ്. അപ്പം നിങ്ങളെല്ലാം എൻ്റെ വെയിറ്റിന് വേണ്ടി കാത്തിരിക്കണം. ഞാൻ വരുന്നതായിരിക്കും എൻ്റെ വെയിറ്റും കൊണ്ട്. അവസാനം ഞാൻ എന്താണ് ഫോളോ ചെയ്യുന്നതെന്ന് കേൾക്കുമ്പോൾ എന്നെ തെറി വിളിക്കരുത്, അത് വേറൊരു കാര്യം കേട്ടോ. അപ്പം നമുക്ക് നാളെ കാണാം. നാളെ ഞാൻ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഭാഗത്തെ എക്സസൈസ് വേണോ, നിങ്ങളുടെ ഇടുപ്പ് നന്നായിട്ട് ആലില പോലെ വയറൊക്കെ ഒതുങ്ങി, അല്ലെങ്കിൽ ഇടുപ്പ് ഇങ്ങനെ കുഞ്ഞായിട്ടിരിക്കുമല്ലോ സ്ത്രീകളെ, അങ്ങനെയൊക്കെ ഉള്ള എക്സസൈസ് വേണോ, നിങ്ങൾക്ക് ബാക്ക് ഫാറ്റിനുള്ളത് വേണോ, എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ചോദിക്കാം. എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ പറ്റത്തില്ലെന്ന് തന്നെ പറയും, അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ബൈ.